ഇന്നത്തെ സന്ദർശനത്തിന്റെ എന്താ? സത്യത്തില് കേരളത്തിലെ ഈ വിവാദങ്ങളുടെ ഒരവസ്ഥ, വിവാദങ്ങളിലൂടെ കേരളത്തിലുണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു വല്ലാത്ത പ്രയാസം തോന്നുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഇവിടം സന്ദർശിച്ചുവെന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ വലിയ രീതിയിലുള്ള സംസാരവും ഒക്കെ നമ്മളൊക്കെ കേട്ടു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ വിവാദമാക്കാൻ എന്താണിപ്പോൾ ഇവിടെ ഉള്ളത് എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തമുണ്ടായ ഉടനെ 25 വീട് സർക്കാരുമായി സഹകരിച്ച് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞവരാണ് ഡിവൈഎഫ്ഐ. ഞങ്ങൾ ആ പ്രഖ്യാപനം നടത്തി. കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ അധ്വാനത്തിനിറങ്ങി. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ടൗൺഷിപ്പ് കാണാൻ വന്ന കുറേയേറെ സഖാക്കളുണ്ട്. കണ്ണൂരിൽ നിന്നൊക്കെ വന്നതാ, ഷീജു ഇവരൊക്കെ ഉണ്ട് ഇവിടെ. മാടായി നിന്നും മറ്റൊക്കെ വന്നവരാ. ഇവരൊക്കെ ആ സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെ വന്നവരാ. ആ ദുരന്ത സമയത്ത് ഈ ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും വോളണ്ടിയർമാരുടെയും ഒക്കെ കൂടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇടപെട്ടവരാണ് ഇവിടെയുള്ള ഡിവൈഎഫ്ഐ സഖാക്കളൊക്കെ. മറ്റു പലരും ഉണ്ട്. അന്നത്തെ ആ ഒരു സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ 25 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞവരാ ഞങ്ങൾ. അതിനുവേണ്ടിയുള്ള അധ്വാനം നടത്തും. പണപ്പിരിവല്ല, അധ്വാനമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ബിരിയാണി ചലഞ്ചും അതുപോലെ തന്നെ കല്ല് ചുമന്നും ചക്ക പറിച്ചു ഇതൊക്കെ ഒരുപാട് ആവർത്തിച്ചു. ഞങ്ങൾ ആക്രി വിറുക്കിയൊക്കെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പണം സമാഹരിച്ചു. അങ്ങനെ ഞങ്ങൾ 25 വീട് പറഞ്ഞ് 100 വീടിനുള്ള 20 കോടി രൂപ ഗവൺമെന്റ് പറഞ്ഞ അക്കൗണ്ടിലേക്ക് കൊടുത്തു. ആ കൊടുത്ത ഞങ്ങൾക്കെതിരെ ആക്ഷേപിക്കാനും ഞങ്ങൾ കൊടുത്ത പണത്തിൽ എന്നാൽ അതിനൊരു സമയദൈർഘ്യത്തിന്റെ പ്രശ്നമുണ്ടല്ലോ, അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകുമല്ലോ എന്നൊക്കെ ചോദിച്ച് ഇവിടെ ഒരു അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ഞങ്ങൾക്കെതിരെ ഒരു സംശയമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള ഒരു ശ്രമം ഇവിടെ കണ്ടു. അതുമാത്രമല്ല, ഞങ്ങൾ ഒരു ഔദ്യോഗിക വക്താവ് പറയാണ് ULCCയുടെ പണം ഞങ്ങൾക്ക് തന്ന് ആ പണം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ടൗൺഷിപ്പ് പ്രൊജക്റ്റിലേക്ക് കൊടുത്തു, അല്ലാതെ ആക്രി പെറുക്കിയിട്ടൊന്നും ഇത്ര പണം കിട്ടില്ല എന്നൊക്കെ. ഞാനിതിവിടെ സൂചിപ്പിച്ചത് എന്താണെന്നറിയോ? ഇങ്ങനെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന കേരളത്തിലെ ഈ കോൺഗ്രസിനെ ഒരു വല്ലാത്ത പരിലാളന കൊടുത്ത് ഒരു കവചമുണ്ടാക്കി കൊടുത്ത് ഈ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ഈ VD സതീശന്റെ ഉപജാപക സംഘങ്ങൾ ചില മാധ്യമ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ സംശയം തോന്നുന്നു. 20 കോടി രൂപ ഗവൺമെന്റ് നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് കൈമാറിയ ഞങ്ങൾക്കെതിരെ ഈ ചൂരൽമലയിലെ പുനരധിവാസ പ്രവർത്തനം നടത്തുന്ന ഈ ടൗൺഷിപ്പ് പ്രൊജക്റ്റിൽ വന്നിരുന്ന് ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഒരുത്തം വന്ന് പറയുക. എന്താ അയാളോടൊക്കെ പറയുക? ഇത് അയാളുടെ ഞാൻ അയാളെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, അയാളുടെ ഒരു പ്രത്യേക താല്പര്യമൊന്നും ആയിരിക്കില്ല. അയാളെ തള്ളിവിട്ടത് ഈ സതീശനായിരിക്കും. കാരണം സതീശൻ ഈ വിഷയത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ 1-2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പ്രഖ്യാപിച്ചതിലധികം വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതായിരുന്നല്ലോ ഇയാളുടെ മുൻഗാമി. പിന്നെ അയാളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, മുൻഗാമിയെക്കുറിച്ച്. എന്നിട്ട് 1 കോടി രൂപ തികഞ്ഞില്ല എന്നാണ് ആദ്യം ഇവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞു 1 കോടി രൂപ ഞങ്ങൾ KPCC അക്കൗണ്ടിൽ കൊടുക്കും എന്ന്. ഇതൊക്കെ ഈ കേരളം ചർച്ച ചെയ്യണ്ടേ? ഞങ്ങൾ ഈ 2 വർഷക്കാലയളവിൽ ഇവരുടെ പണം ആദ്യഘട്ടത്തിൽ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇവർ പിരിച്ചിട്ടുണ്ടാവും, ഇവർ പിരിക്കട്ടെ, ഇവർ വരട്ടെ, ഇവർ പ്രഖ്യാപിക്കട്ടെ എന്ന് കാത്തിരുന്ന നമ്മളൊക്കെ. എന്നാൽ അതിന്റെ ഒരു കണക്കുമില്ല. പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇത്രയേ പിരിക്കാൻ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇവര് പത്രസമ്മേളനം നടത്തി. അതിന്റെ പുറമെ ഇവർ പറയാ ഒരു നാണവും ഇല്ലാതെ ഡിവൈഎഫ്ഐ പിരിച്ച പണത്തിന്റെ ഇൻട്രസ്റ്റ് എന്താ അവർ ചെയ്തത്? അവരോട് എന്താ പറയണ്ടേ? ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ എന്നല്ലേ ചോദിക്കണ്ടേ? നാണമുണ്ടോ എന്ന് ചോദിക്കണ്ടേ? ഞങ്ങളുടെ ഇൻട്രസ്റ്റിന്റെ അത്ര പോലും പിരിക്കാൻ പറ്റാത്ത മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ഏതോ കിനിഞ്ഞിറങ്ങുന്ന ഭാഗമുണ്ട് എന്നും പറഞ്ഞിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഈ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ എന്താ പറയുക? സത്യം പറഞ്ഞാൽ വലിയ ഒരു പ്രയാസമാണ് ഈ ഘട്ടത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നത്.
ഇങ്ങനെ ഒരു ഭാഗത്ത് കള്ളത്തരം ചെയ്ത് ഫുൾ കൊള്ള നടത്തി, തട്ടിപ്പ് നടത്തി, ഈ ദുരന്തബാധിതരുടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പദങ്ങളുണ്ട്, ശവം തൂക്കികൾ എന്ന്, അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഈ ദുരന്തത്തെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയിട്ട് വീണ്ടും ഇതേ കോലായിൽ വന്നിട്ട് പറയുക, ഞങ്ങൾ CMDRFിലേക്ക് അല്ലല്ലോ കൊടുത്തത്. 3 തവണ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചു, നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞങ്ങളുടെ അക്കൗണ്ട് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു, ഇനിയും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബാങ്കിലേക്ക് പോകാം, ഇനി പോട്ടെ, എൻ്റെ ഒരു വിവരാവകാശ രേഖയുണ്ട്, അതും കാണിച്ചു കൊടുത്തു. ഇതാ ഞങ്ങൾ കൊടുത്ത പണം, അതിൻ്റെ രേഖ. ഇത് തന്നതാരാ? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ്, വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ട്. അതിൽ ഞങ്ങൾ കൊടുത്ത പണവും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു 20 കോടി രൂപ കൊടുത്ത ഞങ്ങളെ ആക്ഷേപിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്നു നിൽക്കുന്നവരുടെ വാർത്തകൾ എത്ര മനോഹരമായിട്ടാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ ചാനലിലൂടെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൊരു മാധ്യമ മാന്യത നിങ്ങളിൽ പലരും പുലർത്തേണ്ടിയിരുന്നു. ഒരു സമൂഹത്തിൽ ഒരു അപകടമുണ്ടായി, ആ അപകടത്തെ മുൻനിർത്തി നമ്മൾ പലരും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത ഒരു സംഘടനയെ സംശയത്തിന്റെ മുനയിൽ നിർത്തുകയും ഇതൊന്നും ചെയ്യാതെ ഇത് മുഖ്യതാണോ അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥതയാണോ എന്നൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു സംഘടനയും ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു സംഘടനയും, ആ 2 സംഘടനകളെയും നിങ്ങൾ വേണ്ട രീതിയിൽ വിലയിരുത്തിയോ എന്നുള്ളത് കൂടി ഈ സമയത്ത് ചോദിക്കുക. യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺഗ്രസും ഈ കോൺഗ്രസും ഒക്കെ എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഡിവൈഎഫ്ഐക്കാരൻ നടന്നു വരുമ്പോൾ, ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ പോട്ടെ, ഞങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി നടന്നു വരുന്ന വഴിയിലുണ്ടെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എണീറ്റ് നിന്ന് അവന്റെ മടുക്കുത്ത് അയച്ചിട്ടിട്ട് കൈകൂപ്പി നിൽക്കണം. നാണം എന്ന് പറയുന്ന അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിട്ട് വിടുവായിത്തം വിളിച്ചു പറയല്ല. കൊതിക്കറിവുണ്ടാകും സതീശനും അതുപോലെ തന്നെ ഈ പറയുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് പറ്റിയിട്ടില്ല, ഞങ്ങൾക്കിതൊന്നും സാധിച്ചില്ല എന്നുള്ളത് അവർക്ക് പറയാം. എന്നാൽ പിന്നെ അവർ അതല്ലേ പറയണ്ടേ? കൊതിക്കറിവൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ പറയണ്ടേ, ഞങ്ങൾക്ക് പ്രാപ്തിയില്ല, ഞങ്ങൾക്ക് ശേഷിയില്ല, ഞങ്ങളുടെ നേതാവിന്റെ ശേഷിയും പ്രാപ്തിയുമൊക്കെ മറ്റു ചില കാര്യങ്ങളിലാണ് ഞങ്ങൾ വിനിയോഗിച്ചത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയെ ചേർത്ത് നിർത്തി ഈ പണമൊക്കെ സ്വരൂപിക്കാൻ പറ്റിയില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ? പിന്നെയും ഇങ്ങോട്ടാണോ ഈ വെല്ലുവിളിയും ആക്ഷേപമൊക്കെ വേണ്ടത്? അല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ അതിന്റെ നേതൃത്വമൊന്നും ചിലപ്പോൾ നന്നായിക്കൊള്ളുന്നില്ല. പക്ഷെ പൊതുസമൂഹമുണ്ട്. ഇനി അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഇനി അങ്ങനെ ഉണ്ടായാൽ ഇതിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ, അവരുടെ ആ ഒരു സംഘടിത സ്വഭാവത്തെ, അവരുടെ ഒരു നന്മയെ ഒക്കെ ഇകഴ്ത്തി കാണിക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് മെനക്കെടരുത്. ഇവരുടെ കൊതിക്കറിവും അവരുടെ കുശുമ്പും അവരുടെ ഉളുപ്പില്ലായ്മയും ഒക്കെ അവരുടെ തൊലിക്കട്ടിയുമൊക്കെ ഈ നാടിനറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അറിയിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയായിരിക്കണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അവർ പറയുന്ന എന്ത് വിടുവായുത്തവും വാർത്തയാക്കി കാടാക്കി നിങ്ങൾ ഇറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ പിരിച്ചതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നതാ ഞങ്ങൾ. 266 പേജുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചവരാ ഞങ്ങൾ. ആ ഞങ്ങളെ നിങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആക്ഷേപിക്കരുത്. ഈ യൂത്ത് കോൺഗ്രസുകാരന്റെ ഒന്നിനും കൊള്ളാത്തവന്റെ ഈ ജൽപ്പനങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. ഞങ്ങളിപ്പോ ഇവിടെ വന്നു നിന്നത് ഈ സമൂഹത്തിൽ ഇവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളെ ഒന്നുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള നിലക്കാണ്. ഈ വീടിന്റെ പണി ഇവിടെ നടക്കുന്നത് പൂർണ്ണമായും കഴിഞ്ഞ് അവർക്ക് കൈമാറിയതല്ല. 178 വീടാണല്ലോ. ഞാനും നിങ്ങളും ഒക്കെ ഈ ചടങ്ങിൽ വന്നതാ. വിഷുവിന് കൈമാറും എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. കുറച്ച് ദിവസം വൈകിയിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ മന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ULCCയുടെ ആളുകളൊക്കെ നിങ്ങളോടും സൂചിപ്പിച്ചു. ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ചും അവർ വിശദീകരിച്ചു. 60ഓളം ഗുണനിലവാര ടെസ്റ്റുകൾ നടത്തുകയാണ് ഒരു വീടിന്, ഇങ്ങനെ കൊടുക്കുന്ന വീടുകൾക്ക്. ഇപ്പോൾ ഈ അപ്പോക്സി ട്രീറ്റ്മെന്റ് മറ്റുമൊക്കെ ഇവിടെ നടക്കുകയാണ്. വേറെ 5 വർഷക്കാലയളവിൽ ഇവിടെ എന്തെങ്കിലും ഇതുപോലെ ഡിഫക്റ്റ് ഉണ്ടായാൽ
ആ ഡിഫക്റ്റിന്റെ ലാബിലിറ്റി ആർക്കാണ്? ഈ നിർമ്മാണ കമ്പനിക്കാണ്. അതിനേക്കാൾ വലുത് ഇനി എന്താ വേണ്ടത്? എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രചരണങ്ങൾ കൊണ്ട്, ഈ പ്രചരണ കോലാഹലങ്ങൾ കൊണ്ട്, ഈ സതീശന്റെയും മറ്റുമൊക്കെയുള്ള ഒരു താല്പര്യങ്ങൾ കൊണ്ട്, ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് എന്താ? ഉണ്ടാകാൻ പോകുന്നത് ഈ വീട്ടിൽ താമസിക്കാൻ വരുന്ന ജനങ്ങൾക്ക്, അവർ ഒരുപാട് അനുഭവിച്ചവരല്ലേ, അവർക്ക് വീണ്ടും ഒരു അസ്വസ്ഥത ഉണ്ടാവുക ചെയ്യുക. ഇത് ഇവർക്ക് പൂർണ്ണമായും താമസിക്കാൻ വേണ്ടി കൈമാറിയിട്ടില്ല. 10 ദിവസം കൊണ്ടുകൂടി കൈമാറുന്ന മറ്റുമാണ് നിങ്ങളോടും ഞങ്ങളോടൊക്കെ പറയുന്നത്. അതിന് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. 101 വീട്ടിൽ പൂർണ്ണമായും ടെസ്റ്റ് നടത്തി അതിന്റെ എല്ലാ പൂർത്തീകരണ ഘട്ടത്തിലേക്കും എത്തി. ഇപ്പോൾ അത് അവിടെയും കാണുന്നുണ്ട്. ആ കാണുന്ന ചിത്രത്തിലൊക്കെ കാണുന്ന അവരുടെ വീണ്ടുമുള്ള ആ ലാസ്റ്റ് ലെയർ കോൺക്രീറ്റിംഗ്, ഈ അപ്പോക്സി ഉൾപ്പെടെയുള്ള വാട്ടർ പ്രൂഫിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നടന്നു കഴിഞ്ഞ് അവർക്ക് കൈമാറിയതിന് ശേഷം ഇനിയും ചിലപ്പോൾ ഉണ്ടാവും, കൺസ്ട്രക്ഷൻ അല്ലേ, ഇനിയും ചിലപ്പോൾ ഭാവിയിൽ ഒരു 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മയോ മറ്റോ സംഭവിച്ചാൽ അതും എന്ത് ചെയ്യും? ഈ 5 വർഷത്തെ കരാറുണ്ടല്ലോ, അവർക്ക് ആ പണം അവിടെ അവരുടെ പൂർണ്ണമായും പണം കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഈ വീട് കൈമാറുന്നത്. അപ്പോൾ അവിടെ വീണ്ടും അത് നികത്താം. എന്നാൽ ഇവരെ ഇങ്ങനെ പാനിക് ആക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ VD സതീശനൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? അപ്പുറത്ത് 230 വീട് നിർമ്മിക്കാൻ വേണ്ടി 3.5 ഏക്കർ സ്ഥലം അവർ എടുത്തിട്ടുണ്ട്. അതിലൊരു NB ഉണ്ട്. എന്താണ്? പണം പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല. ആ 230 വീട്ടിലേക്ക് അവർ നിർമ്മിക്കുന്ന വീടുകൾ ആർക്കാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഉപഭോക്താക്കളുടെ ലിസ്റ്റ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആളുകളെ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കി, വലിയ പ്രയാസം ഉണ്ടാക്കി, ഇനിയിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് കിട്ടുമോ എന്നുള്ള ശ്രമമാണോ എന്നും അറിയില്ല കേട്ടോ. അവർ നിർമ്മിക്കുന്ന 230 വീട്ടിലേക്ക് ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സർക്കാരിന്റെ വീട് ഉപേക്ഷിച്ചിട്ട് 15 ലക്ഷമൊക്കെ വാങ്ങി വരൂ, ഞങ്ങൾ നിർമ്മിക്കുന്ന 230 വീട്ടിൽ താമസിക്കാം എന്നുള്ള ഉദ്ദേശമാണ് ഇവർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇനി അതിനുവേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നതെന്നും അറിയില്ല. ഞങ്ങൾ ഏതായാലും ഒറ്റ കാര്യം കൂടി, നിങ്ങളും വന്നാൽ സന്തോഷം, ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര പോവാണ്. എവിടേക്ക്? ആ മേപ്പാടിക്കടുത്തുള്ള കുന്നംപറ്റയിലേക്ക് ഒരു യാത്ര പോവാം. ആര് വാങ്ങിയ സ്ഥലം? കോൺഗ്രസ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ സ്ഥലം, അതായത് പൂർണ്ണമായും പണം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ആ പണം കൊടുത്ത് അവർ വാങ്ങി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. സതീശൻ വീട് പണി തുടങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് പറഞ്ഞതിന്റെ ശേഷം ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ, 10-20 ദിവസം കഴിഞ്ഞു. സതീശൻ പണി തുടങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊക്കെ പോയിരുന്നു. ഞങ്ങൾ അടിച്ചിറക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതായാലും അന്ന് അവിടെയും കയറിയിട്ടില്ല. എന്റെ പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ എത്തി നോക്കുമല്ലോ, നിങ്ങളാണ് അകത്ത് കയറി നോക്കിയത്. പണി തുടങ്ങിയിട്ടില്ല. ഇന്ന് ഒന്നുകൂടി പോവുകയാണ്. പോയിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ, ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കും, അത് യൂത്ത് കോൺഗ്രസിൽ ഈ പറയുന്ന ഈ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്നവർക്കല്ല കേട്ടോ, പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഇവർക്ക് പണം പിരിച്ചു കൊടുത്തിട്ട് ഉള്ള സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർ, അവർക്ക് ഈ ടൗൺഷിപ്പ് കാണാൻ വരുന്നവർക്കൊക്കെ അവിടെ അവർ വാങ്ങിയ സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ. ഈ വീട് നിർമ്മിക്കുന്ന 230 വീട് കോൺഗ്രസ് നിർമ്മിക്കുന്ന ആ 230 വീടിന്റെ സ്ഥലം ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു ബോർഡ് സ്ഥാപിക്കാൻ പോവാണ് DYFI അവിടെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ താഴത്ത് നോക്കി, ഉള്ളിൽ കയറി നോക്കി, മുകളിലെ മേൽക്കൂരയിലൊക്കെ നോക്കി, ഇതിൽ എന്താണ് ഈ വ്യാജമായിട്ടുള്ള വന്നത് എന്ന് പറയാമോ? എന്താണ് നിങ്ങൾ കണ്ടതാണല്ലോ നേരിട്ട്, എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്നൊന്ന് പറയോ? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇതിൽ വിള്ളലുണ്ട്, അത് അടച്ചിട്ടുണ്ട്. വിള്ളലാണോ അത്? വിള്ളലാണ്, മുകളിൽ വിള്ളലാണ്. അത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയട്ടെ ഇനിയിപ്പോ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. നിങ്ങളോട് സംസാരിച്ച ആളുകളുമായിട്ടും ഞാൻ സംസാരിച്ചു. അവർ പൂർണ്ണമായും പറഞ്ഞത് ഇത് പൂർണ്ണമായും കൈമാറിയിട്ടില്ല. 101 വീടിന്റെ ഞാൻ കേൾക്കട്ടെ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ വിള്ളലാവട്ടെ, വിള്ളലല്ലാതിരിക്കട്ടെ, ഇത് ഒരു വീട് കൈമാറി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നമ്മൾ അതിന്റെ അങ്ങനെ ഒരു കൺസെഷൻ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ടതുള്ളൂ. അതല്ലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പോക്സി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ പോണ്ടിങ് ടെസ്റ്റോ മറ്റോ നടത്തുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം കെട്ടിവെച്ച് അവർ ഒരു ടെസ്റ്റ് നടത്താണ്. ആ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ കിനിയൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് എനിക്കും ബോധ്യപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ട് അതിന്റെ മുകളിൽ അവരിനി എന്താ ഇപ്പൊ അവിടെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പൊ തൊട്ടപ്പുറത്തതാ ചെയ്യുന്നത്. അതുപോലെയുള്ള വർക്കുകൾ 2 ലെയറോ 3 ലെയറോ ഒക്കെ വരാൻ പോകുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പരിഹരിക്കപ്പെടും. അതിനെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ ഈ വിള്ളൽ എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന പ്രചരണങ്ങളെ സ്വാഭാവികമായിട്ടും അതൊരു വ്യാജമായിട്ട് തന്നെ തോന്നുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഈ ബാക്കി എത്ര വീടുണ്ട് ഇവിടെ?
ബാക്കി അത് പറഞ്ഞുതരാം. അതിന്റെ കാര്യം ആ വിമർശനം എന്തുകൊണ്ടാണെന്ന് പറയാം. 178 വീടുകളാണ് സർക്കാർ കൈമാറിയത്. അതായത് ഈ വീടുകൾ ആദ്യഘട്ടത്തിൽ ഈ വീടുകൾക്കൊക്കെ ഓണേഴ്സായി ഇതെല്ലാം പെയിന്റ് അടിച്ചു. ഇത് അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ച് കൈമാറി കഴിഞ്ഞു. ബാക്കിയുള്ള വീടുകളുടെ കാര്യങ്ങളെ പട്ടയാണ് കൊടുത്തത്. ആകെയുള്ള വീടുകളെ കുറിച്ച് ബാക്കിയുള്ള വീടുകളെ കുറിച്ച് ഒരാൾ ഒരു റിപ്പോർട്ടും ചെയ്യുന്നില്ല. കാരണം എന്താ, അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇത് പൂർത്തീകരിച്ചു ഇവിടുത്തെ ഉടമകൾ വരുന്നു, അവർ പരാതിപ്പെടുകയാണ് മാധ്യമങ്ങളോട്, ഞങ്ങളുടെ വീട് ചോരുന്നു, വെള്ളം ഇറങ്ങുന്നു, അത് പരിഹരിക്കണമെന്ന്. അക്കാര്യം എന്താണെന്ന് പോലും ഊരാളെങ്കിലോ അല്ലെങ്കിൽ ഇതിലെ അധികൃതരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോലും അവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോഴാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയും മുകളിലടക്കം വിള്ളലുണ്ട് രൂപപ്പെട്ട കാര്യം അവർ തന്നെ കാണിച്ചിരിക്കുകയും ചെയ്തത്. ക്രാക്കാണെന്നും വെള്ളം ചോർന്നുവെന്നും അത് അടക്കുകയാണെന്നുമാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം. ഇതിലെങ്ങനെ വ്യാജ പ്രതികരണം? അല്ല, അത് അവരൊരു അവരുടെ ഒരു ടെക്നിക്കൽ, ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ടെക്നിക്കൽ വേർഡായിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടെന്നാണ് എന്നോട് പറയുന്നത്, നമ്മളോടൊക്കെ സംസാരിച്ചത്. എന്റെ ഭാഗം എന്തെന്ന് വെച്ചാൽ, ഇനിയിപ്പോ അത് ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച് ഒരു വലിയ സംവിധാനത്തെ ആകെ മോശമാക്കേണ്ട കാര്യമുണ്ടോ? പിന്നല്ലാതെ അല്ല, ആശങ്കയാണ് നിങ്ങൾ പറഞ്ഞത്. ആശങ്ക വേറെ എത്ര വീടുണ്ട്, അവിടെ ഒന്നും ആർക്കും ആശങ്കയില്ലല്ലോ. നിങ്ങളിങ്ങനെ പ്രയാസപ്പെടല്ലേ? ഓക്കെ, ഞാൻ പറയാം. ഞാന് നിങ്ങളോട് തുടക്കം മുതൽ പറയാൻ ശ്രമിച്ചത് എന്താ പറയാൻ ശ്രമിച്ചത്? ഇന്നലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സന്ദർശനവും അവരുടെ ഒരു വല്ലാത്ത ഇളിഞ്ഞ സംസാരമുണ്ട്, അതിനെക്കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. മന്ത്രി വന്ന് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, വീടിന്റെ ഉടമസ്ഥൻ ഞാൻ പറയട്ടെ. ഒറ്റ മിനിറ്റ്. പട്ടയം കൊടുത്തു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന്റെ ഈ പ്രൊജക്ടിലേക്ക് വീട് നിർമ്മാണ കമ്പനി വീട് കൈമാറിയിട്ടുണ്ടോ? ഇല്ല, അവരുടെ അണ്ടർ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇതൊക്കെ. അതാ പറയുന്നത്, അണ്ടർ കൺസ്ട്രക്ഷൻ ആണത്. അത് നിങ്ങളോട് അല്ല, ഒറ്റ മിനിറ്റ്. അങ്ങനെ തന്നെയല്ലേ മന്ത്രിയും പറഞ്ഞത്? വിഷുവിനെ ഇവര് താമസിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകൂ, അന്നേക്ക് ഇത് പൂർണ്ണമാകൂ എന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പിന്നെന്താ ചോദിക്കുന്നത്? പെയിന്റ് അടിക്കാൻ പാടില്ലേ? പെയിന്റ് സാധാരണഗതിയിൽ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള നിർമ്മാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് വീടിന് പെയിന്റ് അടിച്ച് എല്ലാ വർക്കും ചെയ്ത് സോളാറും ഫിറ്റ് ചെയ്ത ശേഷം ആളുകൾക്ക് കൊടുക്കുന്നത്, പട്ടയം കൊടുക്കുന്നത്? അല്ല, അതാ ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ അവർക്ക് ആശങ്ക അല്ല, ഞാൻ ചോദിക്കട്ടെ. ഈ പട്ടയം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഉടമസ്ഥാവകാശമാണല്ലോ. ഇവർ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകൾ, ഇപ്പൊ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീടുകളിലും ഞാൻ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതെന്താണ്? അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഉടമസ്ഥ നിങ്ങളുടെ പേരിൽ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ഞാൻ ഒറ്റ മിനിറ്റ്, നിങ്ങൾക്ക് അല്ല അത് അത്രയും ആയിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോ അതിന്റെ അലൈൻമെന്റിലൊക്കെ ചിലപ്പോ മാറ്റേണ്ടി വരും. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങളെ തന്നെ മുമ്പിൽ ആര് വന്ന് നിന്നിരുന്നു? മന്ത്രി നിന്നിരുന്നു, ഊരാളെങ്കിൽ വന്നു നിന്നിരുന്നു. ഇനി വേണമെങ്കിൽ ഈ ടൗൺഷിപ്പിന്റെ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥരുണ്ട്, അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊരു സർക്കാർ സംവിധാനമാണല്ലോ, നിങ്ങൾക്ക് ചോദിക്കാം, അതിലൊന്നും തർക്കമില്ല. നിങ്ങൾക്ക് ചോദിക്കാം, ആശങ്ക പറയാം, ഒക്കെ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ അതും ഒരുപക്ഷെ ഉണ്ടാവാം. ഒരു കാര്യം കൂടി ചോദിച്ചത്, വസീഫിനെ നേരത്തെ പറഞ്ഞു കണ്ണൂരിൽ നിന്നടക്കം വിനോദസഞ്ചാരത്തിന് എത്തുന്ന ആളുകൾ ഇത് സന്ദർശിക്കുന്നുണ്ട് എന്ന്. അത്തരത്തിലുള്ള പല ആളുകളും ഇത് വന്ന് കണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രാക്ക് കാണുമ്പോൾ അവർക്കും സ്വാഭാവികമായിട്ടൊരു ചിന്ത ഉണ്ടാകില്ലേ ഈ നിർമ്മാണത്തിൽ അപാകത ഉണ്ട് എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇവിടെ വരുന്ന വിനോദസഞ്ചാരത്തെ അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് കൃത്യമായ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് അവസാനം കൊടുത്താൽ പോരെ? ഇത് ഒരു ഭാഗത്ത് തുറന്നു കൊടുക്കുന്നു, ആളുകൾ വന്ന് കാണുമ്പോൾ വിള്ളൽ കാണുന്നു. പക്ഷേ അല്ല, നിങ്ങളെ അതുകൊണ്ടാണ് ഇത്രയും സുതാര്യമായിട്ട് ഈ നിർമ്മാണം നടത്തുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും കാണാലോ, ഇപ്പൊ ഈ ചെയ്യുന്ന പണിയൊക്കെ നിങ്ങൾക്ക് മുന്ന് നോക്കാലോ. അത്രയും മറച്ചു കെട്ടി ആരെയും പ്രവേശിപ്പിക്കാതെ അല്ലല്ലോ ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ പണി നടത്തിയത്. അല്ല, ഒറ്റ മിനിറ്റ്. ഏതെങ്കിലും ഇതിൽ ഞാനൊക്കെ ഇതിന്റെ പൈലിംഗ് നടക്കുന്ന സമയത്തും വന്നു നോക്കിയ ആൾ, അന്ന് മുതൽ ഇടവേളകളിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഇതെല്ലാവർക്കും കാണാം. എത്ര MM ആണ് കമ്പി ഉപയോഗിക്കുന്നത്, എത്ര ഫില്ലർ ഉണ്ട്, നിങ്ങളൊക്കെ കണ്ടല്ലോ. 9 മറ്റോ ഫില്ലറുകൾ തന്നെ ഇതിലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അല്ല അതന്നെ അല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളോ സംഭവങ്ങളോ ആയിരിക്കും. അതിന്റെ സാങ്കേതിക വിദഗ്ധർ നിങ്ങളോട് സംസാരിച്ചു, ULCSന്റെ. അല്ല, അതാണ് അവര് പറഞ്ഞില്ലേ. അപ്പൊ അവര് തീർത്തോല്ലോ, അവര് തീർക്കൂലേ? ഇനിയും ഇതിൽ എന്തുണ്ട്?
വീണ്ടും വർക്കുണ്ട് എന്ന് അവർ നിങ്ങളോടും പറഞ്ഞു, ഞങ്ങളോടും പറഞ്ഞു. അത് വിശ്വാസത്തിലെടുക്കല്ലേ പറയാ. അപ്പോഴാണ് ഇടത് സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. താങ്കൾ തന്നെയും പ്രചരിപ്പിച്ചത്, മന്ത്രി തന്നെയും പറഞ്ഞത് ഇവിടെയുള്ളത് വരയാണ്, വിള്ളലല്ല. അത് വരെയല്ലേ, അത് വരെയല്ലേ, ബാ അത് വരെയല്ലേ, തന്നെയാണ്. അത് വരെയല്ലേ. പിന്നെന്താ വിള്ളലുണ്ടോ? എന്നാ ഇന്ന് കാണിക്ക്. വിള്ളലുണ്ട്, വെള്ളം ഒഴിച്ചതായിട്ട് വരും. നമ്മളൊരു വെള്ളം ഒഴിച്ചു. അധികം അധികം വസീഫെ അധികം ഇത് കണ്ടാ മതി, ഇത് കണ്ടാ മതി, ഇത് കണ്ടോളൂ, ഇത് കാണൂ. ഇത് അതെന്താ, അതെ ഇവിടെ ചുവരിൽ പെയിന്റ് അടിച്ച് വരെയല്ല വസീഫെ, അതിന്റെ പുറകിൽ അല്ല അല്ല ഒറ്റ മിനിറ്റ്, നിങ്ങളുടെ ആവശ്യം എന്താ? ആ അതെ അതെ, അതാണ് ഞാൻ വ്യാജപ്പെട്ടെന്ന് പറയുന്നത്. അല്ല എന്റെ സുഹൃത്തെ, ഇപ്പൊ നിങ്ങളുടെ ഒരു താല്പര്യത്തിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇവിടെ വിള്ളൽ നിങ്ങളുടെ ആവശ്യം എന്താ? അല്ല കേക്ക്, നമ്മളൊരു ഒരു നല്ല രീതിയിൽ പോവാം. നിങ്ങളുടെ ആവശ്യം എന്താ? ആ അയാളോട് ചോദിക്കേണ്ട ആവശ്യം. ആ ഏത്? ഇല്ല ഇല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാ നിങ്ങളൊക്കെ അവരെ വിളിച്ചിട്ടാണോ വന്നത് ഇവിടെ? ഇപ്പൊ വന്നത് വീണ്ടും ആദ്യമല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോ വസീഫ് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് അങ്ങനെ ഓരോരുത്തരും വിളിച്ചിട്ടാണ് ഓരോ വീടിന്റെ മുറ്റത്ത് പോകുന്നത്. അതെന്തുകൊണ്ടാ? ഒറ്റ മിനിറ്റ്, അതെന്തുകൊണ്ടാ? ഈ വീട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ടാ? അല്ല ഏത്? അല്ല അതിന്റെ അല്ല ഞാൻ ചോദിക്കണ്ടേ, നൗഫലാണോ പണി നടത്തുന്നത്? ഏത്? അയാൾ പറഞ്ഞതിനായിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, താങ്കളുടെ ചോദ്യം കഴിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞോട്ടെ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരന്റെ സംസാരത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ഈ ഒറ്റ മിനിറ്റ് അല്ല, ദുരന്തബാധിതർ എല്ലാവരോടും സംസാരിക്കണം. അതൊക്കെ ദുരന്തബാധിത നേരത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അല്ല ഞാനും പറഞ്ഞോട്ടെ, നിങ്ങൾ കുറെ നേരമല്ലോ. നിങ്ങളുടെ താല്പര്യം എന്താ? ഈ കോൺഗ്രസ്സുകാരനല്ലേ അദ്ദേഹം? ആണോ അല്ലേ? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ അല്ലേ? ദുരന്തബാധി അല്ല, ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഈ പറയുന്ന വീടുകളൊക്കെ ഇവിടെ നടക്കുക, നാട്ടുകാർ മുഴുവൻ കാണാൻ വരുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്. ഇത് പൂർണ്ണമായും കൈമാറിക്കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കൈമാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? പിന്നെ ഇതിലെന്തില്ല, ഒരു സംസാരമില്ല. ഇതിപ്പോ കൺസെഷനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ വരെയും വന്നിട്ട് ഓരോ ഉടമസ്ഥൻ ഇങ്ങനെ പറയുന്നതിന് വിളിച്ചു നോക്കേണ്ട ആളാ ഞാൻ. നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടാവും? കൺസെഷൻ ഓരോ മേഖലകളിലാണ്. ഇപ്പൊ ഇതിന്റെ എല്ലാ ഇത് കഴിഞ്ഞു. സ്വിച്ച് ബോർഡ് അല്ലല്ല, സ്വിച്ച് ബോർഡ് നമുക്കിപ്പോ കാണിച്ചു ഓരോ എന്റെ കൂടെ. ഇത് നോക്കൂ, പെയിന്റിംഗ് തേപ്പ് കഴിഞ്ഞു, പെയിന്റിംഗ് ഞാൻ തേപ്പ് കഴിഞ്ഞു, പെയിന്റിംഗ് കഴിഞ്ഞു. ഇത് നോക്കൂ, പുറകിൽ തിരിഞ്ഞു നോക്കൂ. ഇനി ഞാൻ പറയോട്ട് കേക്കട്ടെ. ഇനി ഈ വീടിന് എന്തൊക്കെ പണി നടക്കാനുണ്ടോ എന്ന് പറഞ്ഞുതരോ? അല്ല ഒറ്റ മിനിറ്റ്, നിങ്ങളും പറ. അല്ല നിങ്ങൾ ഭയങ്കര നിർമ്മാണ വൈദഗ്ധ്യമുള്ള സംസാരം നടത്തി. വിള്ളൽ കണ്ടാൽ മനസ്സിലായി. വിള്ളൽ കണ്ടപ്പോൾ ഗ്രൗട്ട് ചെയ്തിരിക്കുകയാണ്, ചോർച്ച അടയ്ക്കാൻ വേണ്ടി. രണ്ടാമത്തത് ഇപ്പം ഷ്രിങ്കേജ് ക്രാക്കേജ് ഉള്ളതുകൊണ്ട് ചോർച്ച ഉള്ളത്, അതിന്റെ മുകളിൽ സെക്കൻഡ് കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ. അതേ മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടോ? ഇനി വേറെ ഡിഫക്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേറെ ടെസ്റ്റ് നടത്തുമോ? 3 ടെസ്റ്റ് അങ്ങോട്ട് ഇല്ലേ? നടത്തൂലേ? ഒക്കെ നടത്തൂലേ? ഒന്ന് ഇവിടെ ക്രാക്ക് വന്നു, ചോർന്ന്. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഞാൻ സിവിൽ എഞ്ചിനീയർ അല്ലേ? നിങ്ങളെപ്പോലെയുള്ള ഈ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളല്ല ഞാൻ. ULCC ആയി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത്. പിന്നെ എന്റെ താല്പര്യം എന്താന്ന് വെച്ചാൽ, ഇത് നല്ല രീതിയിൽ ഈ പണി പൂർത്തീകരിച്ച് ഈ വീടുകളൊക്കെ കൊടുക്കണം. അതോടൊപ്പം ഒറ്റ മിനിറ്റ് അതോടൊപ്പം ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ യൂത്ത് കോൺഗ്രസ്സുകാരെ ഈ സമൂഹത്തിന് മുമ്പിൽ നിങ്ങളൊന്ന് തുറന്നു കാണിക്കണം. ഈ താല്പര്യം, അതെ ഈ വീട് പണി, ആ താല്പര്യം നിങ്ങൾ കൂടി കാണിക്കണം. അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. മറ്റേ നമുക്ക് ULCCയുടെ ഉദ്യോഗസ്ഥരോടോ സിവിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരോടോ ഇനി പിന്നെ മന്ത്രി തല സംഘത്തോടൊക്കെ നമുക്ക് ചോദിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല കഴിഞ്ഞത്.
അതുകൊണ്ട് അതിന്റെ വൈദഗ്ധ്യമോ മറ്റൊന്നും അറിയില്ല. നിങ്ങളുടെ ഒക്കെ ഒരു വല്ലാത്ത വൈകാരികതയും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കുറച്ചുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി ഇടപെടാൻ നമുക്ക് പറയുകയും ചെയ്യാം. പോരെ? എന്തുകൊണ്ടാണ് അല്ലാതെ അതുപോലെ എന്തുകൊണ്ടാണ് ചോദ്യം അത് വരുന്നത്? പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ടാണ് അത് മതി, ചോദ്യം ഇതിന് മതി. കാരണം എന്താ പറയുക, നിങ്ങളുടെ ആവശ്യം എന്താ അറിയാം? അല്ല ഞാൻ ഇതിന്റെ വര നോക്കി ഞാൻ ഇതിന്റെ വര അല്ല ഇത് വര തന്നെയാണ്. ഇത് വരയല്ലേ? ആ ഏത് ഇതെന്താ എനിക്ക് അറിഞ്ഞൂടാ. അത് വിള്ളലല്ലേ? ഇതൊക്കെ ഇനിയും ചെയ്യാനില്ലേ? എന്ത് ചെയ്യാനുണ്ട് ഇവിടെ? എന്ത് ചെയ്യാനുണ്ട്? അത് വരയല്ലേ? മുകളിലുള്ള വിള്ളലിൽ നിന്ന് വെള്ളം വന്നതാണ്. shrinkage അല്ലെ നമുക്കെന്നാ പോയി വെള്ളം ഒഴിച്ചു നോക്കാൻ പറ്റുമോ ഒരു സമയത്താണെങ്കിൽ? അല്ല നമുക്ക് ചോദിച്ചു നോക്കാം വെള്ളം വരുന്നുണ്ടോ. ഇപ്പൊ മഴ പെയ്തല്ലോ, എന്നാ അപ്പൊ വെള്ളം വരണ്ടേ അവിടെ? അല്ല വിള്ളലുണ്ട്, അതിലൂടെ വെള്ളം വരണ്ടേ? ഇപ്പൊ മഴ പെയ്തല്ലോ, നിങ്ങൾ കുടയിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്, അങ്ങനെയാണ് ഇതിലൂടെ വെള്ളം വരണ്ടേ? shrinkage crack ആണെന്ന് മന്ത്രി അത് ആ ക്രാക്ക് ഒക്കെ അവര് സംസാരിക്കട്ടെ എന്ന്. അവിടെയല്ലേ ചോദ്യം വരുന്നത്? അതാണ് report. അതെങ്ങനെ വ്യാജമാവുന്നത്? അല്ലെ ഞാൻ പറയുന്നത് വിള്ളൽ എന്ന് പറയുന്ന രീതിയിലല്ല. അവര് 24 മണിക്കൂർ അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടോ ഇല്ലേ? ശരി, ഇല്ലേ? ആ വെള്ളം കെട്ടി നിർത്തി അവരൊരു ടെസ്റ്റിന്റെ ഭാഗമായി എന്താ പോണ്ടിങ് മറ്റോ ടെസ്റ്റ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും വെള്ളം കിരിഞ്ഞിട്ടുണ്ടാവാം. അതാണ് അവർ സംസാരിക്കുന്നത്. അതായത് ആദ്യ ദിവസങ്ങളിൽ മിനിഞ്ഞാന്നും മുതലാണ് മിനിഞ്ഞാന്ന് ചില ചാനലുകളുടെ വിഷ്വൽ വന്നു ഈ രണ്ട് വര കാണിച്ചു. ആ റിപ്പോർട്ട് ചെയ്ത ഒരു ചാനലിന് ഒരു മാധ്യമപ്രവർത്തനം ഇത് ഈ വര മാർക്ക് ചെയ്തതിനെ കുറിച്ച് നിശബ്ദരായിരുന്നു. ഈ വര കാണിച്ചിട്ട് കേരളം മുഴുവൻ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ഈ വര ആണ്. അതായത് ഈ ചാനലിൽ കൂടെ ഈ വരയുടെ നടുക്ക് നിങ്ങൾ തന്നെ പറയുന്നത്. ഒരു ചോദിക്കട്ടെ, നിങ്ങൾ മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ? നിങ്ങളേതാ ചാനല്? നിങ്ങളേതാ? ഒറ്റ മിനിറ്റ് ഞാനും പറയാം. ആയിക്കോട്ടെ, മനസ്സിലായി. ചോദിക്കട്ടെ ചോദിക്കേ. അതായത് ഈ തെറ്റായ ഈ നുണപ്രചരണം കേരളത്തിലാകെ മാതൃകയായി ടൗൺഷിപ്പിന്റെ പൊളിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിട്ടില്ല. ആ നുണപ്രചരണം പൊളിഞ്ഞതിന്റെ ജാള്യതയിലാണ് പലരും ഇപ്പം പല രീതിയിൽ അതാ ഞാനും പറഞ്ഞത്. യഥാർത്ഥത്തില് ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു വാചകം ടൗൺഷിപ്പ് എന്നുള്ള വാചകം പറയാനുള്ള അർഹത ഉണ്ടോ? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, ഞങ്ങളുടെ ആപ്പിലേക്ക് പണം തരണം എന്ന് പറഞ്ഞവനാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ്. അങ്ങനെയുള്ള KPCC പ്രസിഡന്റ് ഉള്ള ഈ നാട്ടിലാണ് ഇങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന തരത്തിൽ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പണം പിരിച്ച് മുക്കിയ കോൺഗ്രസിനെ ഈ സമൂഹം വിലയിരുത്തണം. അതിനുവേണ്ടി കൂടി നിങ്ങളുടെ അല്പസമയം നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ ഈ അല്ലാത്ത ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകും.